വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തുസൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. ഓർമ്മിക്കുക, ഇന്ന് നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ രാജകീയ പദവിയുടെ ഓർമ്മ ആഘോഷിക്കുമ്പോൾ നമുക്ക് ആ അമ്മയുടെ രാജ്ഞിപദത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ നാം ആഘോഷിച്ചു. അമ്മ സ്വർഗത്തിലെത്തിയതിന്റെ 8-ാം നാൾ സർവശക്തനായ പിതാവും തന്റെ പുത്രനായ മിശിഹായും ചേർന്ന് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ശുദ്ധീകരണ സ്ഥലത്തിന്റെയും രാജ്ഞിപദം അലങ്കരിച്ചു. ക്രിസ്തുവിന്റെ രാജപദം നാം അംഗീകരിക്കുമ്പോൾ അവിടുത്തെ അമ്മയുടെ രാജ്ഞിപദം പരോക്ഷമായി നാം പ്രഖ്യാപിക്കുന്നു. 1925-ലാണ് ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത്. ആ കാലയളവിൽ തന്നെ ദൈവമാതൃഭക്തരായ ക്രിസ്ത്യാനികൾ കന്യകാംബികയുടെ രാജ്ഞിപദ തിരുനാൾ ആഘോഷിക്കുവാൻ തുടങ്ങി. വളരെ പ്രാചീന കാലം മുതൽക്കേ പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന ദൈവമാതൃഭക്തിയുടെ തീവ്രത വ്യക്തമാക്കുന്നു. അഖില ലോക രാജാവിനെ പ്രസവിച്ച കന്യകാംബിക എന്ന് സംബോധന ചെയ്യുമ്പോൾ രാജാതിരാജന്റെ മാതൃസ്ഥാനത്തേക്ക് മറിയത്തെ ഉയർത്തിയിട്ടുള്ളതുകൊണ്ട് തിരുസഭ അവളെ രാജ്ഞി എന്ന മഹനീയ നാമം നൽകി ബഹുമാനിച്ചിരിക്കുന്നു. 9-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു, സ്ത്രീലോക രാജ്ഞിയായും വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്വർഗീയ വൃന്ദങ്ങളുടെയും ഉപരിയായും മറിയത്തെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ട് തിരുസഭ അവളോട് അപേക്ഷിക്കുന്നു. അവർ ആവശ്യപ്പെടുന്നവ ലഭിക്കുന്നു. 12-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു, ഈ തിരുനാൾ ദിവസം കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തോടുള്ള മനുഷ്യവർഗത്തിന്റെ പ്രതിഷ്ഠ നവീകരിക്കാവുന്ന ദിനം കൂടിയാണ്. മതത്തിന്റെ വിജയത്തിലും ക്രിസ്തീയ സമാധാനത്തിലും നിർവൃതി അടയുന്ന ഒരു സൗഭാഗ്യയുഗം അതിലധിഷ്ഠിതമാണ്. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ പിറന്ന ഒരിടയ കന്യകയായ മറിയത്തിന് ഇത്രയേറെ ഉയരത്തിലെത്തുവാൻ സാധിച്ചത് അവൾ ദൈവഹിതത്തിനു മുൻപിൽ തലകുനിച്ചതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ആ അമ്മയെ ധ്യാനിക്കുവാനും ആ അമ്മയുടെ മാർഗം പിൻചെല്ലുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.